ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കല്യാണ ഷോപ്പിംഗ് വ്ളോഗാണ്, ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ കല്യാണ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ ഡ്രസ്സസ് ഒന്നുമല്ല, ബാക്കിയുള്ളവരുടെ ഡ്രസ്സസ്. ബാക്കിയുള്ളവരുടെ എന്ന് പറയുമ്പോൾ ലേഡീസിന്, അമ്മയ്ക്കും മാമിക്കും വല്യമ്മയ്ക്കും മാളൂന് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കുറച്ച് സാരീസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ. സാരീസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് എപ്പോഴും വരുന്നത് നമ്മുടെ ജയലക്ഷ്മി തന്നെയാണ്. ഇവർക്ക് എല്ലാവർക്കും ജയലക്ഷ്മിയിലെ സാരീസ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോയത്, സാരി പർച്ചേസ് ചെയ്യാൻ പോയത് നമ്മുടെ ട്രിവാൻഡ്രം ജയലക്ഷ്മിയിലോട്ടാണ് പോയത്. അപ്പോൾ ഓരോരുത്തരുടെ ഏതൊക്കെയാണ് സെലക്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അത് കാണിക്കുന്നില്ല, എന്നാലും ആദ്യം മാമി ട്രൈ ചെയ്തത് ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ബോർഡർ വരുന്നത്, രണ്ടാമത് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നതാണ് മാമി ട്രൈ ചെയ്ത് നോക്കിയത്. അതിനുശേഷം മാളു ഈ ഒരു ഗോൾഡൻ ആൻഡ് ഒരു റെഡ് ടോൺ വരുന്നത് പോലത്തെ ഒരെണ്ണമാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ആൻഡ് സെക്കൻഡ് മാളു ട്രൈ ചെയ്തത് ഒരു ക്രീം ആൻഡ് ഒരു ഗോൾഡൻ ഒരു ബോഡിയിൽ ഒരു പിങ്ക് ബോർഡർ വരുന്ന ഈ ഒരു സാരിയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ഏറ്റവും നമ്മൾ ബുദ്ധിമുട്ടിയത് അമ്മയുടെ സാരി ട്രൈ ചെയ്യുന്നില്ലായിരുന്നു. കാരണം എല്ലാവർക്കും അത്യാവശ്യം നല്ല റേറ്റുള്ള സാരീസ്, ഭംഗിയുള്ള സാരീസ് എടുത്തിട്ട് അമ്മയ്ക്ക് എടുത്തതും എല്ലാം ഒരു മോളുടെ കല്യാണത്തിന് എടുക്കാൻ പറ്റിയൊരു സാരി ടൈപ്പുള്ള സാരികളായിരുന്നില്ല. ലാസ്റ്റ് ഫൈനലി പല സാരീസ് ട്രൈ ചെയ്തതിന് ശേഷം അമ്മയും ഒരു സാരി സെലക്ട് ചെയ്തു. പിന്നെ വല്യമ്മയുടെ സാരിയുടെ കേസിലും നമുക്ക് അധികം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നില്ല. ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു സാരി കണ്ടു, ഇഷ്ടപ്പെട്ടു, അതങ്ങ് എടുത്തു. പിന്നെ തിരിഞ്ഞും ഒന്നും നോക്കിയിട്ടില്ല, അത് തന്നെ അങ്ങ് സെലക്ട് ചെയ്തു. പിന്നെ ഇതിൽ ആരൊക്കെ ഏതൊക്കെ സാരീസ് ആയിരിക്കും സെലക്ട് ചെയ്യുക എന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ആരൊക്കെ ഏതൊക്കെയായിരിക്കും സെലക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു, ബില്ലെല്ലാം ചെയ്തു, നമ്മൾ സാധനങ്ങളെല്ലാം വീട്ടിലെത്തി. ആൻഡ് ദെൻ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ജെൻസിന് ഉള്ള ഷോപ്പിങ്ങിന് വേണ്ടി പോയായിരുന്നു. മെൻ ആർ സോ സിമ്പിൾ എന്ന് പറയുന്നത് പോലെ അവർക്ക് പിന്നെ ട്രൈ ചെയ്ത് നോക്കുക, ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു, എല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്നു, എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.